മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് ഡോക്ടറോട് മഹിയും കണ്ണനും യാത്ര ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ ഭയങ്കര സംശയത്തോടെയും പേടിയോടും കൂടി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകണോ, ഇവിടെ തന്നെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരെ. കാരണം കണ്ണൻ പോകുന്നത് ശത്രുക്കളുടെ ഇടയിലേക്കാണ്. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും മരുന്നിൽ അവർ മായം ചേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോണ സമയത്ത് നിങ്ങളുടെ റൂം എപ്പോഴും പൂട്ടിയിരിക്കണം. അത് മാത്രമല്ല, ഞാൻ തന്നുവിടുന്ന മരുന്ന് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ലോക്കറിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടണം. ആരുടെയും കണ്ണിൽ പെടൂലാത്ത രീതിയിൽ സൂക്ഷിച്ച് മരുന്ന് ഉപയോഗിക്കണം. അതിൽ ഒരശ്രദ്ധയും സംഭവിക്കരുത്, ആർക്കും അതിലൊന്നും ചേർക്കാൻ സാധിക്കരുത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അതൊക്കെ ഞാനിനി ശ്രദ്ധിച്ചോളാം സാറേ. അത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അവരെന്തൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനതെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയണു. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ വന്നെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും മാറ്റം സംഭവിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും കൃത്യസമയത്ത് തന്നെ വന്നോളാം, സാർ അതോർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയണു. പിന്നീട് അവർ മാർക്കോനെ കാണുന്ന കാര്യം പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അവന് അങ്ങനെയൊന്നും കണ്ടു കിട്ടൂല. ഇനിയിപ്പോൾ അവൻ വരാണെങ്കിൽ ഞാൻ ആ നിമിഷം മഹാലക്ഷ്മിയെ വിവരം അറിയിക്കാം എന്നൊക്കെ പറയണു. ഇവർ പോയതിന് ശേഷം മാർക്കോ ഡോക്ടറെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ മഹാലക്ഷ്മിനെയൊക്കെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം, അല്ലെങ്കിൽ ഇനി ഞാൻ വരുമ്പോൾ വിളിച്ചാൽ മതി. ഇപ്പോൾ അവർ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, ഇനി അവരെ തിരിച്ചു വിളിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാർക്കോയോട് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ആ കണ്ണനും മഹാലക്ഷ്മിയും പാവങ്ങളാണ്, പക്ഷെ അവരുടെ സ്വത്തിന് വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ നടക്കുന്നവരാണ് അവരുടെ ബന്ധുക്കളെല്ലാവരും എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇങ്ങനെയുണ്ടോ ദുഷ്ടന്മാരായ മനുഷ്യന്മാരെന്നൊക്കെ പറയണു. പിന്നീട് കാണിക്കുന്നത് കരുണേനെയാണ്. കരുണ മഞ്ജുവിനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കരുണയുടെ റൂമിലോട്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ കരുണയെടുത്തിന്ന് ചോദിക്കുമ്പം, നീ വന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാൻ നിനക്കൊന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് കരുണയുടെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ആഭരണപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന് മഞ്ജുവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ കണ്ണ് തള്ളിപ്പോണേ അത്ര ആഭരണങ്ങളുണ്ട് കരുണയ്ക്ക്. അച്ഛനും മുത്തശ്ശിയും മേടിച്ചു കൊടുത്തതും കല്യാണത്തിനുള്ളതും എല്ലാം കൂടി ഒരുപാട് ആഭരണങ്ങൾ കരുണയുടെ പെട്ടികളിലുണ്ട്. അത് കണ്ടിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്തിനാ എടുത്ത് ഇപ്പോൾ ഇതൊക്കെ എടുത്ത് ഇവിടെ വെക്കണേന്ന് ചോദിക്കുമ്പോൾ, മേഹേട്ടനും നീയും സ്വർണ്ണക്കടയിൽ ചെന്നപ്പം ആ കണ്ണച്ചാര് നിങ്ങളെ കൊണ്ട് സ്വർണ്ണമൊന്നും എടുപ്പിച്ചില്ലല്ലോ, ആ ലക്ഷ്മിയോട് ചോദിച്ചിട്ട് എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞേ. ഇനി നിങ്ങൾ അവരുടെ മുമ്പിൽ തല കുനിച്ച് സ്വർണ്ണത്തിന് വേണ്ടി യാചിക്കുകയൊന്നും വേണ്ട. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നീ കല്യാണത്തിന് ഒരുങ്ങിക്കോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് നിനക്ക് തരുന്നത്. ഞാനിതങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛനും മുത്തശ്ശിയായിട്ട് എനിക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ട്. എനിക്കങ്ങനെ സ്വർണ്ണാഭരണങ്ങളോട് വലിയ ഭ്രമമൊന്നുമില്ല. പിന്നെ ആ ലക്ഷ്മിക്ക് ഗിഫ്റ്റ് കിട്ടണ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കണ്ണച്ചാരുടെയും ലക്ഷ്മിയുടെയും മുമ്പിൽ തല കുനിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കരുണ ഇങ്ങനെ പറയുന്നുണ്ട്. കരുണയുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, മഞ്ജു മേഘന് കർണൻ്റെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ചാൽ ഒരിക്കലും കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും മഞ്ജുവിന് കൊടുക്കൂല എന്ന് കരുണയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കും കരുണയ്ക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരുണ ഈ പ്ലാനൊക്കെ നടത്തുന്നത്. പക്ഷെ മഞ്ജുവിന് ഇതൊന്നും അറിയില്ല. മഞ്ജു വിചാരിക്കുന്നത് കരുണയ്ക്ക് കണ്ണനോടും ലക്ഷ്മിനോടും ഭയങ്കര ദേഷ്യമുണ്ടല്ലോ, അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടി മഞ്ജുവിന് ഈ സ്വർണ്ണമൊക്കെ കൊടുക്കണേ എന്നാണ് മഞ്ജു വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് മഞ്ജു ദുർഗേനെ വിളിച്ചുകൊടുന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ഓരോ ആഭരണങ്ങളും മഞ്ജുവിൻ്റെ കഴുത്തിൽ വെച്ച് നോക്കി കരുണയോട് എങ്ങനെയുണ്ട്, നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നല്ല ഭംഗിയുണ്ട് അമ്മ, അതൊക്കെ മഞ്ജുവിന് ചേരും, അതുകൊണ്ട് ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് മഞ്ജു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി ആ കണ്ണച്ചാരുടെയും ലക്ഷ്മിയുടെയും മുമ്പിൽ തന്നെ മണ്ഡപത്തിലേക്ക് പോകണം എന്നൊക്കെ കരുണ പറയണു. അത് കേട്ട് ദുർഗയും പറയുന്നുണ്ട്, ശരിയാ മോളെ, അവൻ മോള് സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണ്ണം എടുത്തപ്പോൾ മോളെയും മേഘനയും ആളുകളുടെ മുമ്പിലിട്ട് നാണം കിടത്തി വിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് അവൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുറ്റത്ത് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം കരുണയും മഞ്ജു ഒക്കെ പറയുന്നുണ്ട്, ആരാണാവോ ഈ നേരത്ത് വന്നേക്കണേന്നും ചോദിച്ച് അവർ ഇറങ്ങി വരുമ്പം കാണുന്നത് കണ്ണൻ്റെ കാറാണ് കേട്ടോ. കാറ് നിർത്തിയതും അതിൽ നിന്ന് ഡോറ് തുറന്ന് ചിരിച്ച മുഖമായിട്ട് മഹാലക്ഷ്മി ഇറങ്ങി വന്നെ കാണുന്നതും ഇവരുടെ 3 പേരുടെയും മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും ഡ്രൈവറും കൂടി കണ്ണനെ വീൽ ചെയറിലിരുത്തി മഹാലക്ഷ്മി ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തി ആരുടെയും മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ദുർഗ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിക്കൊണ്ട്, ഇല്ല മോനെ, നല്ല സന്തോഷമാണ് നിങ്ങളെ കണ്ടിട്ട്, പിന്നെ നിങ്ങളിപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇതിൽ നിന്നതാന്നൊക്കെ ഇങ്ങനെ പറയണു. പിന്നീട് മഹാലക്ഷ്മി കണ്ണനെയും കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോകുന്നു. അതിൻ്റെ പുറകെ അവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദുർഗ ഒരു സൈസ് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്,
പുതിയ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ട് മോനെ, മാറ്റമൊന്നുമില്ലേ? ഞങ്ങൾ വിചാരിച്ചു ഇവളുടെ പറച്ചിലൊക്കെ കണ്ടപ്പം നീ വീൽ ചെയറൊക്കെ കളഞ്ഞ് എഴുന്നേറ്റ് നടന്നു വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ കണ്ണനോട് കളിയാക്കുന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ കണ്ണന് മനസ്സിലാവുന്നുണ്ട് ദുർഗ കളിയാക്കുന്നതാണെന്ന്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ വീൽ ചെയർ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വരാനാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾ എന്നെ ചികിത്സിച്ചല്ലോ, എന്നിട്ട് ഞാൻ എഴുന്നേറ്റില്ലല്ലോ, പിന്നെ പെട്ടെന്ന് 5 ദിവസം കൊണ്ട് ഞാൻ എഴുന്നേക്കണേ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണു. അപ്പം ദുർഗ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ ഇവളോട് പറഞ്ഞതാ, ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെയും കൊണ്ട് ചികിത്സിപ്പിച്ചിട്ട് ആ ഡോക്ടർമാരൊക്കെ ഉറപ്പിച്ച് പറഞ്ഞതാ ഇനി കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, അതുകൊണ്ട് ചികിത്സിക്കണ്ടാന്ന്. അപ്പോൾ ഇവൾക്കാണ് കുറേ പൈസയും കൂടി ആ ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് നിർബന്ധം എന്നൊക്കെ ദുർഗ പറയണു. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ അത്രയ്ക്ക് എൻ്റെ മഹിയെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട, അയാൾ എന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോയെങ്കിൽ അതിൻ്റേതായ ഒരു മാറ്റവും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ണൻ പറയുമ്പോൾ കരുണ ഭയങ്കര പരിഹാസത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണല്ലോ വന്നേക്കണേന്ന് പറയണു. അങ്ങനെ വീൽ ചെയറിൽ നിന്ന് ഞാൻ എഴുന്നേറ്റിട്ടില്ലാന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ നിങ്ങൾ എൻ്റെ കാലിലേക്ക് നോക്കിക്കോ എന്നും പറഞ്ഞ് സ്വയം കാലിങ്ങനെ പൊക്കുന്നുണ്ട്. എന്നിട്ട് ചെരുപ്പൊക്കെ മാറ്റി കാൽവിരലുകൾ അനങ്ങുന്നത് അവരെ അനക്കി കാണിക്കണു. അത് കണ്ടതും ദുർഗയുടെയും മഞ്ജുവിൻ്റെയും കരുണയുടെയും ഒക്കെ മുഖം അടി കൊണ്ടതുപോലെ ഇങ്ങനെ ഷോക്കടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കാല് അനങ്ങണ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമൊന്നും ആരുടെയും മുഖത്ത് കാണുന്നില്ലല്ലോ, എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള കാണണേന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇല്ല മോനെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അതിൻ്റെ ഒരു ഷോക്കിൽ നിന്നതാന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ ദുർഗയോട് പറയുന്നുണ്ട്, അതൊന്നുമല്ല, നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് അയച്ച ആൾക്ക് എന്നെ കൊല്ലാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ഷോക്കാണ് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ മോൻ എന്തൊക്കെയാണ് ഈ പറയണേ, നിന്നെ കൊല്ലാനായിട്ട് ഞങ്ങൾ ആളെ അയച്ചു എന്നോ, അങ്ങനെ ആരെങ്കിലും നിന്നെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കണ ഈ മഹാലക്ഷ്മി ആയിരിക്കും അവരെ ഏർപ്പാട് ചെയ്തതെന്ന് പറയുമ്പം കണ്ണൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി ദുർഗയോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ രണ്ടാനമ്മയായി പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം അടിച്ച് ഞാൻ പരത്തിയന, കാരണം എൻ്റെ ഭാര്യയാണ് എന്നെ നിർബന്ധിച്ച് അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയത്, എന്നെ ആളെ വിട്ട് കൊല്ലിക്കാനാണെങ്കിൽ പിന്നെ അവൾക്ക് എന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങളിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാര്യയെ സംശയിക്കില്ല, അതുപോലെ തന്നെ ഇനി ആവശ്യമില്ലാതെ എൻ്റെ ഭാര്യയെ നിങ്ങളിവിടെ നിന്ന് കുറ്റപ്പെടുത്തിയാൽ ഞാൻ വെറുതെ ഇരിക്കുകയില്ല, ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എൻ്റെയാണ്, അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളിൽ തുല്യ അവകാശം എൻ്റെ ഭാര്യയ്ക്കും ഉണ്ട്, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയണു. ഇതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് കരുണ ചാടിത്തുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല എന്ന് കരുതിയാണ് അവളിങ്ങോട്ട് വന്നത് തന്നെ, അവളുടെ അച്ഛനും അതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം, മേഹനും അമ്മാവനും ഇവിടെയുള്ളവർക്കും അവളുടെ അച്ഛനൊക്കെ പങ്കുണ്ട് എന്നെ ഗുണ്ട കൊല്ലാൻ വന്നതിൽ. പക്ഷേ ആ ഗുണ്ട എന്നെ കൊല്ലാൻ വന്നതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി, ആ മരണവെപ്രാളത്തിലാണ് എൻ്റെ കാൽവിരലുകൾ ചലിച്ചത്, അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് ആരാണ് അയച്ചതെന്നുള്ളത് ഇപ്പം തന്നെ കണ്ടെത്തി അയച്ചവരെ ഞാൻ ജയിലിലേക്ക് വിട്ടേനെ, ആ ഗുണ്ട വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അതിന് മുതിരാത്തതെന്നൊക്കെ പറയുന്നു. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മതി കണ്ണേട്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കണ്ട, എന്തായാലും ഇവർ ഗുണ്ടേനെ അയച്ചതുകൊണ്ട് നമുക്ക് ഗുണമല്ലേ ഉണ്ടായുള്ളൂ, അപ്പോൾ നമ്മളുടെ കൂടെ ഈശ്വരന്മാരുണ്ടെന്നുള്ളതിന് തെളിവാണത്, അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് കാവലായിട്ട് ഈശ്വരന്മാർ ആരെങ്കിലുമൊക്കെ അയക്കും എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് ദുർഗയ്ക്കും മഞ്ജുവിനൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ സർവ്വ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റും, ഇനിയിപ്പോൾ നിങ്ങൾ മഹാലക്ഷ്മീനെയും കൊല്ലാമെന്ന് വിചാരിച്ചാലും അതുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനന്തു വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട, നിങ്ങൾക്കറിയാലോ അവൻ ഒരു ഒന്നാന്തരം വക്കീലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും അവൻ പൂട്ടേണ്ട രീതിയിൽ പൂട്ടും, എൻ്റെ സ്വത്തുക്കളിൽ നിന്ന് ഒരു 5 പൈസ പോലും നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല, വെറുതെ ഞങ്ങളെ കൊല്ലാമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ കണ്ണൻ പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, മോൻ എന്തൊക്കെയാണ് മോനെ ഈ പറയണേന്നൊക്കെ പറയുന്നു. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദുർഗയും മഞ്ജുവും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മേഹൻ്റെ ഒരു കാര്യം, മേഹൻ അവനെ കൊല്ലാനായിട്ട് ആളെ ഇട്ടിട്ട് അതുകൊണ്ട് അവർക്ക് തന്നെയാണ് പ്രയോജനമായത്, അയാളൊട്ട് മരിച്ചുമില്ല, അയാളുടെ കാലുകൾ ചലിക്കുകയും ചെയ്തു, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ അയാൾ വീൽ ചെയർ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നടക്കും, അങ്ങനെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ഒരു സ്വത്ത് പോലും നമുക്ക് ആർക്കും ലഭിക്കില്ല, അതിനു മുമ്പായിട്ട് തന്നെ അമ്മാവനോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും പ്ലാൻ അമ്മ ചെയ്യിപ്പിക്കുക എന്നൊക്കെ മഞ്ജു പറയണു. പിന്നീട് ദുർഗ വാമനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വാമേട്ട, മേഹൻ വിട്ട ഗുണ്ട കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായില്ല, പക്ഷേ കണ്ണനത് പ്രയോജനപ്പെട്ടു, അവൻ്റെ കാൽവിരലുകൾ ആ സമയത്ത് ചലിച്ചു, ഇനി ആ ചലനം ഒരിക്കലും നിന്നു പോവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവൻ എഴുന്നേറ്റ് നടക്കും, അറിയാലോ കണ്ണൻ്റെ സ്വഭാവം, അവൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഏട്ടൻ്റെ മേഹൻ്റെ ഉണ്ണിയുടെ എല്ലാ കള്ളത്തരവും അവൻ കണ്ടുപിടിക്കും, പിന്നെ നിങ്ങൾക്ക് ആർക്കും കമ്പനിയിലോ ഈ വീട്ടിലോ ഒന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മാർഗത്തിലൂടെ അവനെ ഇല്ലായ്മയാക്കണം,
അല്ലെങ്കിൽ അവൻ ആ സ്വത്തുക്കളെല്ലാം മിക്കവാറും ആ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഇനി അവളെയും കൊല്ലാൻ നടക്കേണ്ടി വരും എന്നൊക്കെ ദുർഗ പറയുമ്പം നീ ഒന്ന് സമാധാനപ്പെട്. ഇപ്പം ഇനി എടിപിടിയെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു ഗുണ്ട ചെന്ന് അവനെ കൊല്ലാൻ ശ്രമിച്ചത് നമ്മൾ വിട്ട ആളാന്നുള്ള സംശയം അവനക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ അവൻ അതിൻ്റെ പുറകെ കേസിനൊന്നും പോവാതിരുന്നത് നമ്മളുടെ ഭാഗ്യം. അവൻ കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനക്ക് മനസ്സിലാവും മേഘൻ വിട്ട ആളാണതെന്ന്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ അനങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രതാപനോട് പറയുകയും ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ട് വാമദേവൻ പ്രതാപനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. അവനെ കൊല്ലാനായിട്ട് മേഘന അയച്ച ഗുണ്ട അവനെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് മരണവെപ്രാളത്തിൽ അവൻ്റെ കാലുകളൊക്കെ ചലിച്ചു എന്നാണ് പറയണേ. ആ ഗുണ്ടയ്ക്കാണെങ്കിൽ അവനൊന്നും ചെയ്യാനും പറ്റിയില്ല. അവൻ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എത്രയും വേഗം അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനാണ് സാധ്യത എന്നൊക്കെ പറയുമ്പം പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ കേട്ടിരിക്കണ മോഹിനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടാണ് അവരെ ആര് ഉപദ്രവിക്കാൻ ചെന്നാലും അതൊന്നും ഫലിക്കാത്തത്. ഇനി നമ്മൾ എന്തായാലും എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വേണം പ്ലാൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ പഴയ കേസൊക്കെ ആ കണ്ണൻ കുത്തിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പെടും. കണ്ണൻ്റെ അച്ഛനെ കൊന്നത് നമ്മൾ രണ്ടുപേരും ചേർന്നാണെന്നുള്ള വിവരം ദുർഗയോ ഉണ്ണിയോ മഞ്ജുവോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ മനസ്സിലൊന്നും നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. കാരണം സ്വന്തം അച്ഛനെ കൊന്നവരെ എന്തായാലും അവർ അംഗീകരിക്കില്ല. പിന്നെ എൻ്റെ മോളുടെ ജീവിതം എന്താവുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒന്നും കൂടി ആലോചിച്ച് പതിയെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അതിന് തിരിച്ചടി കിട്ടണേ എന്നൊക്കെ പ്രതാപൻ വാമദേവനോട് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് അത് ശരിയാണ്. ഇപ്പം എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാലും അവളുടെ ഭർത്താവിനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞാൽ അവൾ അടങ്ങിയിരിക്കൂല. പിന്നെ ഉണ്ണിയാണെങ്കിലും സ്വന്തം അച്ഛനെ കൊന്നവനെ അംഗീകരിക്കില്ല, അച്ഛനെ കൊന്നവൻ്റെ മകളെയും അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് നമ്മളിനി അവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നമുക്കും എല്ലാവർക്കും നല്ലത് എന്നൊക്കെ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.